ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായി റവ കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു വടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പുറമേ നല്ല ക്രിസ്പിയായും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്ന ഈ റവ വടയ്ക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു തേങ്ങാ ചട്നിയുടെ റെസിപ്പിയും കൂടെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നു പോകരുതേ. എന്നാൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി പൊടിച്ച് കൊണ്ടുവരണം. വളരെ ഫൈനായിട്ട് പൊടിക്കുകയൊന്നും വേണ്ട. ഇതൊന്ന് ചെറുതായി പൊടിച്ച ശേഷം നമുക്ക് ഇത് കൊണ്ടുവന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് അര കപ്പ് ചെറിയ പുളിയുള്ള തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതേ കപ്പിൽ തന്നെ അര കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ റവ ഈ തൈരിലും വെള്ളത്തിലും കിടന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. അതിനുവേണ്ടി നമുക്ക് ഇത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചോ സ്പാറ്റുല വെച്ചോ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇത് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചട്നി തയ്യാറാക്കാം. അര കപ്പ് തേങ്ങ, അതിലേക്ക് 2 പച്ചമുളക്, ഒരു 2 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പും 3 അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഒരു കടായി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചെടുത്ത് നമുക്ക് ഈ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു താളിപ്പും കൂടെ വരുമ്പോൾ ചട്നി വളരെ രുചികരമായിരിക്കും. ഇനി ഈ സമയം കൊണ്ട് റവയെല്ലാം നന്നായിട്ട് ആ തൈരിലും വെള്ളത്തിലും കിടന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ കുതിർന്ന റവയിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യമായിട്ട് ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എരിവിനായിട്ട് ഞാൻ 2 പച്ചമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ചെറിയ കഷ്ണം ഇഞ്ചിയും പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തത് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ച് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു വടയ്ക്കൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന ആ മാവിൻ്റെ ആ പരുവത്തിന് വേണം ഇത് കുഴച്ചെടുക്കാൻ. നന്നായിട്ട് ഇത് കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഈ വടയുടെ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഒന്നുകൂടെ നമുക്ക് കൈവച്ച് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഉരുട്ടിയെടുക്കാവുന്ന ഒരു പാകത്തിന് വേണം വടയ്ക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഒരു കടായിൽ എണ്ണ ചൂടായി വരുമ്പോൾ കയ്യിൽ അല്പം വെള്ളം തൂവിയ ശേഷം ഈ മാവ് ഓരോ ഉരുളകളായിട്ട് നമുക്ക് തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തീ അല്പം കുറച്ച് വയ്ക്കുന്നതാണ് നല്ലത്. മീഡിയത്തിലും താഴെ വെച്ച് കൊടുത്ത് വേണം ഈ വട ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പുറംവശം പെട്ടെന്ന് മുരിഞ്ഞു വരികയും ഉൾവശം വേകാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കൺട്രോൾ ചെയ്യാൻ ആരും മറന്നു പോകരുത്. ഇനി ഈ വട ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് ഇതുപോലെ കോരിയെടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ക്രിസ്പിയും അതേസമയം സോഫ്റ്റുമായിട്ടുള്ള നല്ലൊരു റവ വടയാണിത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ ഈ ചട്നിയും കൂടെ തയ്യാറാക്കി നോക്കുമല്ലോ. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. കൂടാതെ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വളരെ രുചികരമായിട്ടുള്ള ഈ ഈവനിങ് സ്നാക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.